ആക്റ്റീവ് ഇൻകോ പാസീവ് ഇൻകോ തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ എനിക്ക് മനസ്സിലായി ആക്റ്റീവ് ഇൻകോ പാസീവ് ഇൻകോ എന്താണെന്ന് മനസ്സിലായത് ഇതിൽ വന്നപ്പോഴാണ്. അതുവരെ നമ്മൾ അതൊന്നും ചിന്തിക്കില്ല, വെറുതെ ഇങ്ങനെ പണിയെടുത്ത് പോകാന്നല്ലാതല്ലേ. അതേപോലെ ഒരു സൺഡേ ലീവ് ഉണ്ടാവും, അന്ന് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്യും. പക്ഷെ നമുക്ക് ഒരു തൃപ്തിയാവില്ല. പിന്നെ രാവിലെ ആകുമ്പോൾ വീണ്ടും ജോലിക്ക് പോവുകയാണ്. നമ്മുടെ വീട്ടിലുള്ള എല്ലാ ജോലികളും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓഫീസിൽ ജോലി ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതൊക്കെ ഭയങ്കര എഫേർട്ട് അല്ല, എന്താ പറയാ, അത്രയും റിസ്ക് എടുത്തിട്ടാണ് അന്നൊക്കെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു വെസ്റ്റേജിൽ വന്നപ്പോഴാണ് ഇതിന്റെ ബ്യൂട്ടി മനസ്സിലായത്. അപ്പൊ ഞാൻ 5% നിന്ന് ക്ലാസ് കേട്ടപ്പോ എങ്ങനെയാണ് ഇത് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നിരന്തരം ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും അതോടൊപ്പം സൂം ക്ലാസ് അറ്റൻഡ് ചെയ്യാം അല്ലെ, ഹോൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം, അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ നമ്മുടെ അപ്ലൈൻ എന്താണോ പറയുന്നത്, വിജയിച്ച ഒരു അപ്ലൈൻ എന്താണോ പറയുന്നത് അതുപോലെ പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു വിജയം നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് ഷുവറാണ്, 100% ശരിയാണെന്ന് ഞാൻ തന്നെ തെളിയിച്ചത്. എനിക്ക് ഡയമണ്ട് ഡയറക്ടർ ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. സ്റ്റാർ ആണെങ്കിൽ തന്നെ സ്റ്റാർ ആവും എന്ന് സ്വപ്നം കാണുന്നതിൽ വന്ന സ്വപ്നം കാണാൻ പറ്റും എന്ന് പറയൂലേ, പക്ഷെ ആ ഒരു സ്വപ്നം കാണാൻ പറ്റുന്നത് തെളിയിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ എല്ലാവരെയും എന്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ വിജയിപ്പിക്കണം. അതുപോലെ തന്നെ നിങ്ങളോട് ആര് നെഗറ്റീവ്, എന്ത് നെഗറ്റീവ് ആയിക്കോട്ടെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട എന്നുള്ളതാണ്. ഒരുപാട് നെഗറ്റീവ് എനിക്ക് കേട്ടിട്ടുണ്ട്, ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാൻ പോയിട്ടില്ല. കാരണം നമ്മൾ അപ്ലൈന്മാർ എന്താണോ പറയുന്നത് അതല്ലേ കേൾക്കുന്നത്. അവര് ഇതിലൂടെ കടന്നുപോയ വ്യക്തികളാണ്. അപ്പൊ നമ്മൾ അപ്ലൈൻ ആവുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇതൊക്കെ ഇത് എന്നൊന്നും നെഗറ്റീവ് നമ്മൾ കേൾക്കാൻ പാടില്ല എന്ന് മനസ്സിലാവുന്നത് എപ്പോഴാണ്, നമ്മളൊരു അപ്ലൈൻ ആവുമ്പോൾ. അപ്പൊ ഒരു 5% ആണെങ്കിൽ നിങ്ങളുടെ താഴെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അപ്ലൈൻ ആണ്. അപ്പൊ നിങ്ങൾ അതേപോലെ ചെയ്താൽ മതി. നെഗറ്റീവുകളൊക്കെ മറികടന്നുകൊണ്ട് വെറും പോസിറ്റീവായി ചിന്തിച്ചാൽ മതി. അപ്പൊ സൂം ക്ലാസ് നമ്മുടെ റെയ്നാൽത്തമ്മയും അത്രയും എഫർട്ട് എടുത്തിട്ടാണ് നമുക്ക് 5 മണിക്കാണ് സൂം ക്ലാസ് തരുന്നത്. അപ്പൊ നിസ്കാരം കഴിഞ്ഞിട്ട് ആ ഒരു 5 മണി